ഈശോയിൽ സ്നേഹം നിറഞ്ഞ പുതിയൊരു പ്രഭാതം കാണുവാൻ ദൈവം തിരഞ്ഞെടുത്ത എല്ലാ പ്രിയ മക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനമാണ്. ഏതൊരു മനുഷ്യനും അനുഗ്രഹമാവുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന യാബസിൻ്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്നു. 10-ാം തിരുവചനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമായി മാറും. നിങ്ങൾക്ക് എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ അത് സമർത്ഥമാക്കി മാറ്റും. നിങ്ങളുടെ ഏതാവശ്യത്തിലും നിങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും ആ ദൈവം നിങ്ങളെ കാത്തുപരിപാലിക്കുകയും ചെയ്യും. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും ആ പ്രാർത്ഥന എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടാകും. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണെങ്കിലും അത് വിസ്തൃതമാക്കി തരുവാൻ. ബിസിനസ്സാണേലും സമ്പത്താണേലും അറിവാണേലും എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവ്, അത് വിസ്തൃതമാക്കുവാൻ ആ വ്യക്തിയോടൊപ്പം 365 ദിവസവും ഓരോ നിമിഷങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ കൈപിടിച്ച് നടത്തുന്നതിനും വേണ്ടി നമുക്ക് വേറൊന്നും പ്രാർത്ഥിക്കണ്ട. കർത്താവാണ് നിന്റെ കൈ പിടിച്ചിരിക്കുന്നതെങ്കിൽ നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാണെന്ന് പറയുന്ന ആ പിതാവിൻ്റെ സാന്നിധ്യം നമുക്കതിനു വേണ്ടി യാചിക്കാം, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേലൊരു വിടുതലായി മാറട്ടെ എന്ന് പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ഈശോ മിശിഹ വഴി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.